അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എന്നെ ചുറ്റുമ്പോൾ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരം എന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. 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 അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. വൈ ഡസ് ദ വിക്കറ്റ് ഫ്ലറിഷ്? ദുഷ്ടൻ പുഷ്ടിപ്പെടുന്നത് എന്തുകൊണ്ട്? സങ്കീർത്തനങ്ങൾ 73:3-8 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യന്മാരെ കഷ്ടത്തിൽ ആക്കുന്നില്ല, മറ്റു മനുഷ്യന്മാരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഒന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനും കർത്താവേ, ഞങ്ങളുടെ ആദരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വൈ ഡസ് ദ വിക്കറ്റ് ഫ്ലറിഷ്? ദുഷ്ടൻ പുഷ്ടിപ്പെടുന്നത് എന്തുകൊണ്ട്? ഇന്ന് മനുഷ്യർ സ്വന്തം അനർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനുപരി ലോകത്തിൽ അധമരായ വ്യക്തികൾ അഭിവൃദ്ധിപ്പെടുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ പലരുടെയും ദൈവത്തിലുള്ള ആശ്രയം ഉലയുന്നു. ഇങ്ങനെ ഒരു ചിന്ത യെരുശലേം ദേവാലയത്തിലെ ഗായകന്മാരിൽ പ്രധാനിയായ ആസഫിനുണ്ടായി. ആ തിരുവചന ഭാഗമാണ് കുറിവാക്യമായിട്ട് 73 സങ്കീർത്തനം 3-8 വാക്യങ്ങളിൽ വായിച്ചത്. ആസഫിന്റെ മനസ്സിൽ കൂടി ധാരാളം ചോദ്യങ്ങൾ കടന്നുപോയി. എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടത നേരിടുന്നു? എന്തുകൊണ്ട് ദുഷ്ടൻ തഴയ്ക്കുന്നു? ഈ ചിന്ത ആസഫിനെ അസ്വസ്ഥനാക്കി. ആസഫ് ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? ദൈവം ഈ അവസ്ഥ അനുവദിക്കുന്നു എങ്കിൽ തിന്മയ്ക്കെതിരെ പോരാടി നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ദുഷ്ടന് ദൈവം ഇങ്ങനെയാണ് സ്ഥിതി വരുത്തുന്നുവെങ്കിൽ വേറിട്ട ഒരു വിശുദ്ധ ജീവിതം താൻ നയിക്കുന്നത് എന്തിനാണ്? താൻ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കുറ്റമില്ലായ്മയിൽ കൈകൾ കഴുകുന്നത് എന്തിനാണ്? ഒഴുക്കിനനുസരിച്ച് നീന്തുകയല്ലേ നല്ലത്? ആസഫ് ആകുല ചിത്തനായി. ചിന്തകൾ കാടുകയറാൻ തുടങ്ങി. ദുഷ്ടന്മാരോട് ആസഫിന് അസൂയ തോന്നി. അസഹനീയമായ മാനസിക സംഘർഷത്താൽ ആസഫ് ആടി ഉലഞ്ഞു. സംഘർഷം സഹിക്കവയ്യാതെ ആസഫ് അല്പം ആശ്വാസം കിട്ടുവാനായി ദേവാലയത്തിൽ അഭയം തേടി. അവിടെ വെച്ച് ദുഷ്ടന്മാരുടെ അന്ത്യം എന്താകും എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ദൈവം ആസാഫിന് നൽകി. ആസാഫിനുണ്ടായ അതേ മാനസികാവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. ഞാൻ ആർക്കും ഒരു തിന്മ ചെയ്യുന്നില്ല,
ഞാൻ ആരോടും പകയും വെറുപ്പും വിദ്വേഷമൊന്നും വെച്ച് ഇരിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് സംഭവിക്കുന്നു? ദുഷ്ടത്തരം ചെയ്യുന്നവരെല്ലാം സുഖമായി ജീവിക്കുമ്പോൾ നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ? ആസാഫിൻ്റെ ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട്. അവർക്ക് ദൈവം നൽകുന്ന ഉത്തരമാണ് സങ്കീർത്തനം 73 അതിൻ്റെ 18-19 വാക്യത്തിൽ, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും നിശ്ചയമായും ഒരേ പ്രതിഫലമല്ല. ദുഷ്ടന്മാർ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ്. അവർ എപ്പോഴാണ് നാശത്തിൽ വീഴുന്നത് എന്നറിയുന്നില്ല. അവർ നിശ്ചയമായും വീഴും. എന്നാൽ നീതിമാൻ നിൽക്കുന്നത് ഉറച്ച പാറയിലാണ്. ഒരിക്കലും കാലിടറി വീഴുവാൻ ദൈവം അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. എത്ര വലിയ തിരമാല ആഞ്ഞടിച്ചാലും എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയാലും അവൻ വഴുതിപ്പോകുകയില്ല. കാരണം അവൻ്റെ ആശ്രയം ശാശ്വതമായ ക്രിസ്തു എന്ന പാറയിലാണ്. വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റൂതിയാലും ക്രിസ്തു എന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന ഭവനം ഒരിക്കലും നശിച്ചു പോകില്ല. ആസഫ് ദൈവമുന്നിൽ ഇരുന്നപ്പോൾ ദുഷ്ടന്മാർ ഒരു സ്വപ്നം പോലെ ഇല്ലാതാകും എന്ന്, എന്നാൽ ദൈവം തന്റെ നീതിമാന്മാരെ വലം കൈ പിടിച്ചു വഴി നടത്തുമെന്നും തിരിച്ചറിഞ്ഞു. ഇത് മനസ്സിലാക്കിയ ആസഫ് യഹോവയോട് ഇപ്രകാരം പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 73 അതിന്റെ 23 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നീയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ആമേൻ. ദുഷ്ടന്മാർ തഴച്ചു വളരുന്നത് കണ്ട ആസഫ് ആ സന്തോഷം ക്ഷണികമാണെന്ന് തിരിച്ചറിഞ്ഞു. ഏത് ഞെരുക്കത്തിലും നമ്മെ, നമ്മുടെ തലമുറയെയും വലതുകരം തന്ന് വഴി നടത്തുന്നവൻ കൂടെയുണ്ടെന്ന്, മഹത്വമുള്ള നിത്യസന്തോഷത്തിലേക്ക് ദൈവം തന്നെ വഴി നടത്തുമെന്നുള്ള സത്യം ആസഫ് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 73 അതിൻ്റെ 28 വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. ദൈവമക്കളെ, ഏത് പ്രതിസന്ധികളിലും പതറാതെ വിശ്വാസം മുറുകെ പിടിക്കാം. അവൻ്റെ മഹത്വങ്ങളെ വർണ്ണിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാം. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരു വിഷയം പറയുന്നതിന് മുൻപ് തന്നെ അത് ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പ, ഇത്രത്തോളം ഞങ്ങളെ താങ്ങി വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള നീതിബോധമില്ലാത്ത മക്കൾ പുഷ്ടി പ്രാപിക്കുമ്പോൾ അത് കണ്ട് ഞങ്ങൾ മനം മടുത്തു പോകാതെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിൽ ആശ്രയം വെച്ച് അവിടുന്ന് തരുന്ന അനുഗ്രഹത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് വചനത്തിലൂടെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെയും ഓഫീസുകളെയും ഞങ്ങളുടെ ബിസിനസ്സിനെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. സ്കൂളും കോളേജിലും പോകുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ സകല ചതിയിൽ നിന്നും ദുഷ്ടന്റെ ആലോചനയിൽ നിന്നും മക്കളെ വിടിപ്പിക്കണമേ. ഹല്ലേലൂയ. അവർ പഠിക്കുന്ന സ്കൂളിനെയും കോളേജസിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഹപാഠികളെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അവിടുന്ന് തന്ന ഈ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനീയ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു.
കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, പൂവടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണുന്നു, ചകിടന്മാർ കേൾക്കുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.